ഹായ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കേരളത്തിൽ, അതായത് കേരള സമൂഹത്തിൽ ഇപ്പം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹണി റോസിൻ്റെ ഡ്രസ്സിങ്ങും അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂറിൻ്റെ ദ്വയാർത്ഥ പ്രയോഗവും അല്ലേ. അപ്പം ഇതിനെ സംബന്ധിച്ച് ഇപ്പം ഒരു കാര്യം ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് പറയാനുള്ള ആ ഒരു അറിവുകളൊന്നും എനിക്കില്ല. എങ്കിൽ പോലും ഇതിൽ ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ്. അതിപ്പം എല്ലാവർക്കും ചിലപ്പം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനോട് യോജിക്കണമെന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ കാര്യങ്ങളാണ്. ഇപ്പം ഇതിൽ ആക്ച്വലി ഹണി റോസാണ് ആ കുട്ടിക്ക് ഈ ബോബി ചെമ്മണ്ണൂറിൻ്റെ വാക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ ആ കുട്ടിയെ ഒരു പൊതുസമൂഹത്തിൽ വെച്ച് ആ കുട്ടിയെ വിമർശിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് നാണക്കേട് വരുത്തുന്ന രീതിയിൽ ഉള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പ്രയോഗങ്ങളൊക്കെ വാക്കുകളാണ് നടത്തി. അപ്പം ആ കുട്ടിക്ക് അത് ഒത്തിരി അൺകംഫോർട്ടബിളായിട്ട് തോന്നി. അതാണ് ആ കുട്ടി പറയുന്നത്. അതും ഹണി റോസ് അത് ഒറ്റയടിക്ക് ഓടിപ്പോയി കേസ് കൊടുത്തതല്ല. ഹണി റോസ് തന്നെ പോസ്റ്റിൽ പറയുന്നുണ്ട്, പല മാനേജർ വഴി ഹണി റോസും അതുപോലെ ഹണി റോസിൻ്റെ വീട്ടിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും ഇതിനൊരു വാണിംഗ് കൊടുത്തായിരുന്നു. ഇനി ആ കുട്ടിയെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറഞ്ഞ് ആ കുട്ടിയെ ഇനി അപമാനിക്കരുതെന്നുള്ള ഒരു വാണിംഗ് കൊടുത്തു. അത് കൊടുത്തതിന് ശേഷവും ഈ ബോബി ചെമ്മണ്ണൂർ പിന്നീടും ആ കുട്ടിയെ ഇങ്ങനെ അപമാനിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ മാത്രമാണ് ഈ കുട്ടി ഈ കേസുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത് അല്ലേ. ഇപ്പം നമ്മൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല ഒരു പൊതുസമൂഹത്തിൽ വെച്ച് അല്ലെങ്കിൽ പോലും, നമ്മുടെ വീട്ടിൽ വെച്ചാണെങ്കിൽ പോലും നമുക്ക് വേണ്ടപ്പെട്ടവർ, അല്ലേ നമ്മളോട് ഏറ്റവും യോജിച്ച് നിൽക്കുന്നവർ, കളിയാക്കാം, ഓക്കെ, അത് ശരി, അല്ലെങ്കിൽ ഒരു തമാശ പറയാം, അതൊക്കെ ശരി. പക്ഷേ ചില സമയത്ത് ഉള്ള കളിയാക്കലും ചില സമയത്തുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് പോലും നമ്മുടെ വീട്ടിലൊരു പറയുന്നത് പോലും നമുക്ക് ഇഷ്ടമല്ല അല്ലേ. അത് അവർ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ ഒത്തിരി പ്രതികരിക്കും. അപ്പം ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാൾ ഈ ഒരു പൊതുസമൂഹത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ, അതോ ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് ആ കുട്ടിയെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ്, അപ്പോൾ ആ കുട്ടിക്ക് ഒത്തിരി അൺകംഫോർട്ടബിൾ ഉണ്ടാകും. അതല്ലാതെ മെൻ്റലി ആ കുട്ടിക്ക് ഒത്തിരി സ്ട്രെസ് ഉണ്ടാകും. അതുകൊണ്ടാണ് ആ കുട്ടി ആ കേസുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. ഇപ്പം ഹണി റോസിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഇപ്പം ഹണി റോസിനെ ആണെങ്കിലും ബോബി ചെമ്മണ്ണൂറിനെ ആണെങ്കിലും പേഴ്സണലി എനിക്ക് ഒരു പരിചയമൊന്നുമില്ല. രണ്ട് പേരെക്കുറിച്ചും എനിക്കുള്ള അറിവ് കിട്ടിയിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെയാണ്. അപ്പം ഞാൻ ഹണി റോസിൻ്റെ പല ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. ആ കുട്ടി ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ പബ്ലിക്കുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആ കുട്ടിയോട് എനിക്കുള്ള സ്നേഹം അല്ലെ റെസ്പെക്റ്റ് ഒത്തിരി കൂടിയിട്ടുണ്ട്. അതായത് ആ കുട്ടി ഒരിക്കലും എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ടേ മറ്റുള്ളവരോട് സംസാരിക്കാറുള്ളൂ. പിന്നെ ഒത്തിരി പേഷ്യൻസ് ഉള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും പബ്ലിക്കലി വന്ന് അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലും ഗമ കളിച്ച് അല്ലെങ്കിൽ അത് പറ്റില്ല എന്ന് ഒരിക്കലും ആ കുട്ടി ആരോടും പറയണമെന്ന് നമ്മൾ കണ്ടിട്ടില്ല. ആ കുട്ടി മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത് കാണുമ്പോഴൊക്കെ ആ കുട്ടിയോടുള്ള റെസ്പെക്റ്റ് സ്നേഹം ഒത്തിരി കൂടിയിട്ടേ ഉള്ളൂ. അപ്പം പേഴ്സണലി എനിക്ക് ആ കുട്ടിയെ ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ബോബി ചെമ്മണ്ണൂറിനെ കുറിച്ച് പറയുവാണെങ്കിൽ, നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഒത്തിരി കേട്ടിരിക്കുന്ന കാര്യമാണ്. ആ പുള്ളി ഒത്തിരി മനുഷ്യസ്നേഹിയാണ്. ഒത്തിരി മറ്റുള്ളവർ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ആ പുള്ളി കാരണം ഒത്തിരി പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ശരി, ഓക്കെ, അതൊക്കെ നമുക്ക് സമ്മതിക്കേണ്ട കാര്യമാണ്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഈ ഡബിൾ മീനിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് മറ്റുള്ളവരെ എത്രമാത്രം അതൊരു മനസ്സിലോട്ട് അവർക്ക് എത്രമാത്രം അവരുടെ മനസ്സിൽ കൊണ്ട് വേദനിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓരോ വാക്കുകളും പബ്ലിക്കലി പറയുമ്പോൾ നമ്മൾ ഒത്തിരി സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. റീസെൻ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ യൂട്യൂബും ഒക്കെ ചെക്ക് ചെയ്യുമ്പം കുറേ വീഡിയോസ്, അത് ബോബി ചെമ്മണ്ണൂറിൻ്റെ ഈ ദ്വയാർത്ഥ പ്രയോഗത്തിൻ്റെ കുറേ വീഡിയോസ് അത് ഞാനും ഇടയായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കണ്ടപ്പോഴത്തേന് എനിക്ക് തന്നെ ഭയങ്കര നാണക്കേട് തോന്നിയ കാര്യങ്ങളാണ് അതിൽ ഓരോന്നും പറയുന്ന കാര്യങ്ങൾ. അപ്പം ഇത്രയും പ്രായമായ, ഇത്രയും പബ്ലിക് ഫിഗറായിട്ടുള്ള ഒരാൾ, ഇത്രയും മറ്റുള്ളവർ റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാൾ ഇത്രയുള്ള വാക്കുകളൊക്കെ പറയുക എന്ന് പറയുമ്പം അത് നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്.
അതും പ്രത്യേകിച്ച് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുമ്പം ഈ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെയുള്ള ആൾക്കാർ കാണുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു ദ്വയാർത്ഥ പ്രയോഗം മൂലമൊക്കെ പബ്ലിക്കിൽ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്, ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റിയൊരു കാര്യമല്ല. അപ്പം ഇത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരാളുടെ ഡ്രസ്സിങ് നമുക്ക് നമ്മുടെ ഭരണഘടനയൊക്കെ അനുസരിച്ച് നമുക്ക് കംഫോർട്ടാവുന്ന നമുക്ക് ഏത് ഡ്രസ്സ് ഇടാനുള്ളതായിട്ടുള്ള അനുമതിയുണ്ട് അല്ലേ. അത് നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ ഏത് ഡ്രസ്സ് ഇടുക എന്നുള്ളത്. പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മൾ നോക്കേണ്ടത് നമുക്ക് ആ ഒരു ഡ്രസ്സ് നമുക്ക് കംഫോർട്ടാണോ എന്ന് നോക്കേണ്ടത്. ഇതിപ്പം ഈ ഒരു വിഷയത്തിൽ തന്നെ അല്ലെങ്കിൽ പോലും ഒരു പൊതുവായിട്ട് നമുക്കൊരു ഡ്രസ്സിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ പലർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കും ഡ്രസ്സിങ്ങിനെ കുറിച്ചുള്ളത് അല്ലേ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ചിലപ്പം പുറത്ത് പോകുമ്പോഴത്തേക്കിന് ഞാൻ നോക്കാറുണ്ട് ആ ഡ്രസ്സ് എനിക്ക് കംഫോർട്ടാണോ, അതാണ് എൻ്റെ ആദ്യത്തെ പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നത്, എനിക്കത് കംഫോർട്ടാണോ എന്നാണ്. പിന്നെ ഞാനാണെങ്കിൽ വേറൊരു കാര്യം കൂടി നോക്കും, ഞാൻ പബ്ലിക്കലി ചെല്ലുമ്പം അത് മറ്റുള്ളവർക്ക് എൻ്റെ ഡ്രസ്സിങ് മൂലം എന്തെങ്കിലും ഒരു അൺകംഫോർട്ടബിൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യം അത് ഞാൻ നോക്കും. അതിപ്പോൾ എല്ലാവരും നോക്കണമെന്നില്ല അല്ലേ, അത് ഓരോരുത്തരുടെയും ചോയ്സാണ്, അവർ നോക്കുമോ ഇല്ലയോ എന്ന്. ഞാനിപ്പം ഒരുങ്ങി എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പം ഞാൻ എൻ്റെ വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഡ്രസ്സ് എനിക്ക് ചേരുന്നുണ്ടോ അതോ ഒരു വൃത്തികേട് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിപ്പം എൻ്റേതായിട്ടുള്ള എൻ്റെ പേഴ്സണലാണ്. അതിപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരോടും കൂടി അയ്യോ ഞാൻ ഇങ്ങനെയാണ് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ ആയിരിക്കണമെന്ന് പറയുന്നതിൽ അതിലൊട്ടും ഒരു നീതീകരണമുള്ളൊരു കാര്യമല്ലല്ലേ. അതിപ്പം ഓരോരുത്തരുടെ ഇഷ്ടം. പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് പറയാം ഒരു യൂണിഫോമായിട്ടുള്ള മീൻസ് ഇപ്പം നമ്മളൊരു കമ്പനിയിലെ മാനേജറോ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ നേഴ്സോ ടീച്ചറോ ഒക്കെ ആകുമ്പം അവർക്ക് അവരുടേതായിട്ടുള്ള ഡ്രസ്സിങ് കോഡുണ്ട്, അത് അനുസരിച്ചേ നമ്മൾ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു മോഡലിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ഫിലിം ആക്ട്രസ് അവരെയൊക്കെ സംബന്ധിച്ച് അവരുടെ ജോലി അതാണ്. അപ്പം അവരാണ് തീരുമാനിക്കേണ്ടത് ഞാൻ ഏത് ഡ്രസ്സാണ് ഇടേണ്ടതെന്നുള്ളത്. പിന്നെ ഈ ലോകത്ത് നടക്കുന്ന പെൺകുട്ടികളുടെ മേൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ മേലുള്ള അതിക്രമം എല്ലാം ഡ്രസ്സിങ്ങിനെ സംബന്ധിച്ച് ആണെന്ന് തോന്നുന്നില്ല. അതുമല്ല, ബോബി ചെമ്മണ്ണൂരി ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതും അയ്യോ ആ ഡ്രസ്സ് അങ്ങനെയാണെന്നുള്ള രീതിയിലല്ല, ആ ഒരു രീതിയിലല്ല അപ്പം ഡ്രസ്സിങ് എന്ന് പറയുന്നത് ഇവിടെ ഒരു വിഷയമാകുന്നില്ല അല്ലേ. ഇതിപ്പം ആ കുട്ടിയെ അപമാനിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു മീൻസ് പ്രധാനമായിട്ടുള്ള ഒരു കംപ്ലൈൻ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളിൽ മീൻസ് കിട്ടുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ഈ ഡ്രസ്സിങ് മൂലമാണോ? അല്ല. അതിപ്പം ഓരോരുത്തരുടേതായിട്ടുള്ള അവരുടെ ആ ഒരു മെൻ്റൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവർക്ക് ഉള്ളതായിട്ടുള്ള ഒരു സമീപനം അനുസരിച്ചാണ് ഈ ലോകത്ത് നടക്കുന്ന സ്ത്രീകളുടെ മേൽ നടക്കുന്ന ഓരോ കുറ്റകൃത്യങ്ങൾ അല്ലേ. നമുക്കറിയാം ചെറിയ കുട്ടി, അതായത് ഒരു വയസ്സ് തികയുന്നതിന് മുന്നേ തന്നെ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വയസ്സായി 60 മേലെ പോയ ആൾക്കാരെ അവരെയും പീഡിപ്പിക്കുന്നുണ്ട്. അത് ഡ്രസ്സിങ്ങിൽ ഉൾപ്പെടുന്നതല്ല. അപ്പം ഈ ഡ്രസ്സിങ് എന്ന് പറയുന്നത് അതിപ്പം ഒരു വലിയൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഈ രാഹുൽ ഈശ്വർ ആണെങ്കിൽ ഇപ്പം ഡ്രസ്സിങ്ങിനെ കുറിച്ച് ഒത്തിരി ചർച്ച ചെയ്യുന്നുണ്ട്. അതും ഇപ്പോൾ ഹണി റോസ് ഈ ഒരു കാര്യത്തിൽ ഒത്തിരി സ്ട്രെസ്സായിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പം ഈ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പിന്നെ ഈ മീഡിയയിൽ ഒത്തിരി ചർച്ച ചെയ്യുമ്പോൾ അത് ആ കുട്ടിയെ പിന്നെ വേദനിപ്പിക്കുമെന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെയും നമ്മൾ മീൻസ് ഈ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പിന്നെയും ചർച്ച ചെയ്ത് ആ കുട്ടിയുടെ മനസ്സിൽ ആ കുട്ടിയെ പിന്നെയും സ്ട്രെസ്സിലേക്ക് വിടാതെ ആ കുട്ടി പെട്ടെന്ന് തന്നെ ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തു വന്ന് പഴയതുപോലെ ആക്റ്റീവ് ആകട്ടെ. അതായിരിക്കും ഇപ്പം എൻ്റെ ആഗ്രഹം അതാണ്. അപ്പം എല്ലാവരുടെയും ആഗ്രഹം അതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ദെൻ ബൈ.